നല്ലൊരു അടിപൊളി ഹാൻഡ് വാഷ് നമുക്ക് വീട്ടിൽ മേക്ക് ചെയ്തെടുത്താലോ? ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു തരി പോലും തെറ്റാതെ വീട്ടിൽ തന്നെ ഹാൻഡ് വാഷ് മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ഗുണവും മണവും കട്ടിയൊക്കെ ഉള്ള ഒരു അടിപൊളി ഹാൻഡ് വാഷാണ് നമ്മൾ ഇന്നിവിടെ മേക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? കുറച്ച് നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ 5 ലിറ്റർ ഹാൻഡ് വാഷ് എങ്ങനെയാ മേക്ക് ചെയ്യാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പനിയൊക്കെ ആയിട്ട് തൊണ്ടയൊക്കെ കുറച്ച് അടവാണ്, സൗണ്ടൊക്കെ കുറച്ച് കുറവായിരിക്കും കേട്ടോ, ഒന്ന് ക്ഷമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ 5 ലിറ്ററിന്റെ ഹാൻഡ് വാഷിന്റെ കിറ്റ് കേട്ടോ. അപ്പൊ ഇത്രയധികം ഐറ്റംസ് നമ്മുടെ കിറ്റിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പിയേഴ്സിന്റെ കളറും സ്മെല്ല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പൊ നമ്മള് ഡെയിലി ഇതാണ് നമ്മുടെ 5 ലിറ്ററിന്റെ ഹാൻഡ് വാഷിന്റെ കിറ്റ് വരുന്നത്. ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് പിയേഴ്സിന്റെ സ്മെല്ലും അതുപോലെ തന്നെ സാൻഡിൽ കളറുമാണ് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് 5 ലിറ്റർ ആണ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുക. നമ്മൾ കുറെ ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ പരമാവധി പെട്ടെന്ന് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന് ഇനി ഒരു കോലും അതുപോലെ തന്നെ ഒരു ബക്കറ്റും വെള്ളമൊക്കെ വേണം. നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി നോക്കാം. നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു ബക്കറ്റ് ആവശ്യമാണ് കേട്ടോ. അതുപോലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടൂളാണ് നമ്മുടെ ഈ ഒരു കോല്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് ചോദിച്ചു ഇത് എവിടെ നിന്നാ കിട്ടുക എന്നുള്ളത്, മേടിക്കാൻ കിട്ടുമെന്നൊക്കെ. ഇത് മേടിക്കാന്ന് വെച്ചാൽ നമ്മള് വീട്ടിൽ യൂസ് ചെയ്യുന്ന ചൂലുണ്ടല്ലോ, അതിന്റെ മുകൾ ഭാഗത്ത് ഉണ്ടാവുന്നതാണ്. അപ്പൊ പഴയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് പ്ലാസ്റ്റിക്കിന്റെയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഹാൻഡ് വാഷ് കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെയാണ് നല്ലത്. സ്റ്റീലിന്റെ വലിയ കുഴപ്പമില്ല, പക്ഷെ അലുമിനിയത്തിന്റെ ഒന്നും ആരും എടുക്കരുത് കേട്ടോ. ഒന്നെങ്കിൽ സ്റ്റീല് അല്ലെങ്കിൽ ഗ്ലാസിന്റെ മറ്റേ ഇതൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക്. കുറച്ചുകൂടെ ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു ബക്കറ്റും ഇതുപോലെ ഒരു കോലും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മുടെ ഹാൻഡ് വാഷിനുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഇതിലെല്ലാം നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറെ പേര് ഇതിന്റെ കെമിക്കൽസിന്റെ നെയിമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ നമ്പർ ഇട്ടിട്ടാണ് വരുന്നത്, അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് 1, 2 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ് വരുന്നത്. ഇനി നമുക്കിത് പൊട്ടിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പൊട്ടിക്കാട്ടോ. അപ്പൊ നമുക്ക് 6-ാം നമ്പർ 2 എണ്ണം വരുന്നുണ്ട് കേട്ടോ. 2 ലിക്വിഡ്, വൈറ്റ് കളറിലുള്ള ലിക്വിഡാണ്. പിന്നെ ഇതിൽ നമുക്ക് വരുന്നത് ഇത് 1-ാം നമ്പറാണ് കേട്ടോ വരുന്നത്. പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ ഇതിലുണ്ട്. ഇതാണ് 1-ാം നമ്പർ വരുന്നത്. പിന്നെ 2, 3, 4, 5, 6-ാം നമ്പർ ഇതാണ്. ഇത് 7, 8 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് 5 ലിറ്റർ ഹാൻഡ് വാഷ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറാണ് ഇനി എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് വാട്ടർ എടുക്കാം. ആദ്യം നമുക്ക് ഒരു 750 ml വെള്ളം എടുക്കണം കേട്ടോ. അപ്പൊ 5 ലിറ്റർ മേക്ക് ചെയ്യാനാണ്. ആദ്യം നമുക്ക് 750 ml വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വെള്ളത്തിന്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കണം. 750 ml ആണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു 3/4 ലിറ്റർ വെള്ളം എടുക്കാം. അതിലേക്ക് 1-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 750 ml വെള്ളത്തിൽ നമ്മൾ 1-ാം നമ്പർ ആഡ് ചെയ്ത് നല്ല പോലെ അത് അതിൽ മിക്സ് ചെയ്ത് ലയിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക, നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ 1-ാം നമ്പർ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. 1-ാം നമ്പർ നമുക്ക് ഇപ്പം തന്നെ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആദ്യം തന്നെ അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് 2.5 ലിറ്റർ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്, നമ്മൾ ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം മിക്സ് ചെയ്യേണ്ടത് ഈ 2.5 ലിറ്റർ വെള്ളത്തിലാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് 2-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് എടുത്തിട്ടുള്ളത് 2.5 ലിറ്റർ വെള്ളമാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിൽ ഓരോ നമ്പറായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതെ, 2-ാം നമ്പറാണ് കേട്ടോ ഇത്.
അപ്പം ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, 2-ാം നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് 2 ലിറ്റർ വെള്ളത്തിലേക്ക് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് 3-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്പർ പ്രകാരം ആവുമ്പോൾ നമുക്ക് ആ നമ്പർ അനുസരിച്ച് പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ 3-ാം നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്പർ 4-ാം നമ്പറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 4-ാം നമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 5-ാം നമ്പർ ആണ് കേട്ടോ. 5-ാം നമ്പർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലെല്ലാം 5 ലിറ്ററിന്റെ മെഷർമെന്റിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് കാരണം കൊണ്ട് നമുക്ക് പൊട്ടിക്കോ ഒഴിക്കാൻ മാത്രമേ വരുന്നുള്ളൂ. കളക്ക് എത്രയാ അളന്നൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയാണ് നമുക്ക് 6-ാം നമ്പർ. 6-ാം നമ്പർ നമുക്ക് 2 ബോട്ടിൽ വരുന്നുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, 2 ബോട്ടിലുണ്ട്. ആദ്യം നമുക്ക് ചെറിയ ബോട്ടിൽ വെച്ച് കൊടുക്കാം. ഒന്നര ലിറ്റർ ഉണ്ട് കേട്ടോ 6-ാം നമ്പർ. നല്ല പോലെ നമ്മള് ഒഴിക്കുന്നതോട് കൂടി മിക്സിങ്ങും ചെയ്ത് കൊടുക്കട്ടോ. അപ്പോ ഇനി ആർക്കെങ്കിലും നമ്മുടെ ഹാൻഡ് വാഷിന്റെ കിറ്റുകൾ വേണമെങ്കിൽ ഞാൻ അവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ 3 ലിറ്ററിന്റെ കിറ്റ് ഉണ്ട്, 5 ലിറ്ററിന്റെ ഉണ്ട്, 10 ലിറ്ററിന്റെ ഉണ്ട്, 25 ലിറ്ററിന്റെ കിറ്റ് വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതിലതേ കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ അത് കുറച്ചു നേരം കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം ഇതിലേക്ക് വീണോളൂ കേട്ടോ. അപ്പൊ നമ്മള് കൊറിയർ വഴിയാണ് കേട്ടോ അയച്ചു തരാം. നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി ഇങ്ങനെ ലിക്വിഡ് ഐറ്റംസ് ഒന്നും അയച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് DTDC കൊറിയർ സെന്റർ വഴിയാണ് കേട്ടോ അയച്ചു തരാം. അപ്പൊ നമ്മൾ വലിയ ബോട്ടിൽ ഒഴിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് 7-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. 6-ാം നമ്പർ നമ്മൾ 2 ബോട്ടിൽ ആഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഇനി 7-ാം നമ്പർ ആണ് കേട്ടോ. മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മൂടി തുറന്നൊഴിച്ചു കൊടുക്കാം. ഇത് സ്മെല്ലാണ് കേട്ടോ, നല്ല അടിപൊളി പിയേഴ്സിന്റെ മണം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കളറാണ് കേട്ടോ. അപ്പൊ നമുക്ക് 8-ാം നമ്പർ കളറാണ് വരുന്നത്. അപ്പൊ ഈ കളർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ബോട്ടിൽ കളറാണ് നമുക്ക് വരുന്നത്. ഇത് മൊത്തമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പകുതിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി കളർ ആഡ് ചെയ്യാം. അപ്പൊ ഇത് മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ ലൈറ്റ് കളറായിരിക്കും. അപ്പൊ അത്യാവശ്യം കളറായിട്ടുണ്ട്. നമുക്കതേ അപ്പൊ ഞാൻ മൊത്തമായിട്ട് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, പകുതി ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ബാലൻസ് വന്നത് എടുത്ത് വെക്കാം കേട്ടോ. അപ്പൊ നമ്മളെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ 1-ാം നമ്പർ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ 750 ml വെള്ളത്തില്, അതാണ് കേട്ടോ ഏറ്റവും അവസാനം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് പക്ഷെ അകലേശമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നോക്കിയേ, നമ്മുടെ ഈ ലാസ്റ്റത്തെ ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹാൻഡ് വാഷിന്റെ ആ തിക്നെസ്, ആ കൺസിസ്റ്റൻസി തന്നെ മാറി വരുന്നുണ്ട്. ഇത്ര നേരം പച്ച വെള്ളം പോലെ ഇരുന്നിരുന്നത് നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അതോടുകൂടി മിക്സിങ്ങും ചെയ്ത് കൊടുക്കുക. മൊത്തമായിട്ട് ഒറ്റയടിക്ക് ഒഴിക്കരുത്, കുറച്ചീശായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതേ കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇളക്കാൻ തന്നെ കുറച്ച് ഇതായി തുടങ്ങി. അത്രയും കട്ടിയാണ് കേട്ടോ നമ്മുടെ ഹാൻഡ് വാഷിന്. അതേ നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ഇപ്പൊ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് കുറച്ച് നേരം ഇതിന്റെ ബബിൾസ് ഒക്കെ മാറാനായിട്ട് വെക്കണം. അപ്പൊ നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും.
അപ്പോൾ ഇതിലെ ബബിൾസ് ഒക്കെ മാറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഇതേ കണ്ടില്ലേ, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ ഞാനൊരു നൈറ്റ് ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഹാൻഡ് വാഷിലെ ബബിൾസ് ഒക്കെ മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബബിൾസ് എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബോട്ടിൽസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 1 ലിറ്ററിൻ്റെ 2 ബോട്ടിലും 1/2 ലിറ്ററിൻ്റെ 2 ബോട്ടിലും പിന്നെ നമ്മൾ ബാക്കി 250ൻ്റെ ബോട്ടിൽസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാൻഡ് വാഷ് എല്ലാം നമ്മൾ ബോട്ടിൽസിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. നല്ല സ്മെല്ലും അതുപോലെ തന്നെ നമ്മൾ പകുതി കളർ ആഡ് ചെയ്തിട്ട് തന്നെ ഇത്രയും കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് കളറായിരിക്കും. പക്ഷേ ഈ ഒരു കളറാണ് കേട്ടോ കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ പകുതി ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ നല്ല തിക്നെസ്സാണ് കേട്ടോ. നമുക്കിതിൽ വാട്ടർ ഡയലൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അത്രയും തിക്നെസ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് 5 ലിറ്ററിന് പകരം 1 ലിറ്റർ കൂടുതൽ എക്സ്ട്രാ വെള്ളം നിങ്ങൾക്ക് അത്ര കട്ടി വേണ്ട വെച്ചെങ്കിൽ 1 ലിറ്റർ കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൂസായിട്ട് കിട്ടും. ഇത് നല്ല തിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്രയും തിക്കാണ് നമ്മുടെ ഹാൻഡ് വാഷ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എല്ലാ ബോട്ടിൽസിലേക്കും ആക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ സ്റ്റിക്കർ കൂടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 250ൻ്റെ ബോട്ടിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിരുന്നിട്ട് ഹാൻഡ് വാഷൊക്കെ മേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. 3 ലിറ്ററിൻ്റെ കിറ്റ് തൊട്ടിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തോട്ട് സെയിൽ ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കിറ്റുകൾ വേണ്ടവർ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എത്ര ലിറ്ററിൻ്റെ കിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.